ബീഹാറിൽ അങ്ങനെ 122 മണ്ഡലങ്ങളിലേക്കുള്ള രണ്ടാം ഘട്ട വോട്ടെടുപ്പ് അതിൻ്റെ അവസാന മണിക്കൂറിലെത്തിയിരിക്കുന്നു. 5 മണിവരെ 67.13% പോളിംഗാണ് രേഖപ്പെടുത്തിയത്. സീമാഞ്ചൽ മേഖലയിൽ ഉൾപ്പെടെ ബീഹാറിൻ്റെ അതിർത്തി ജില്ലകളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. വിഷ്ണു തലവൂർ വിവരങ്ങളുമായി ചേരുകയാണ്. വിഷ്ണു, അതിർത്തി ജില്ലകൾ ഉൾപ്പെടുന്ന പ്രദേശത്തടക്കം BJPക്ക് NDAക്ക് തിരിച്ചടി ലഭിക്കാവുന്ന മേഖലകളടക്കമുള്ളിടത്താണ് ഈ രണ്ടാം ഘട്ടത്തിൽ പ്രധാനമായും വോട്ടെടുപ്പ് നടന്നത്. അത് പൂർത്തിയായിരിക്കുന്നു. എന്തൊക്കെയാണ് പോളിംഗ് ശതമാനം? മറ്റു വിവരങ്ങളൊക്കെ ക്രോഡീകരിച്ചാൽ. അജിംഷാദ്, എന്തായാലും ബീഹാറിൽ രണ്ടാം ഘട്ടത്തിലും റെക്കോർഡ് പോളിംഗ് ആണ് നടന്നിരിക്കുന്നത്. 67% പോളിംഗ് രണ്ടാം ഘട്ടത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോൾ എക്സിറ്റ് പോളുകൾ പുറത്തു വന്നു തുടങ്ങി. പീപ്പിൾസ് പൾസ് എക്സിറ്റ് പോൾ പുറത്തു വരുന്നു. അതിൽ NDAക്കാണ് ഒരു വിജയം. പീപ്പിൾസ് പൾസ് പ്രവചിക്കുന്നത് NDA 133 മുതൽ 159 സീറ്റുകൾ വരെ നേടി അധികാരത്തിൽ എത്തുമെന്നാണ് പീപ്പിൾസ് പൾസ് എക്സിറ്റ് പോൾ സർവേ പറയുന്നത്. മഹാഗഠബന്ധൻ 75 മുതൽ 101 സീറ്റുകൾ വരെ മാത്രമായിരിക്കും നേടുക. അതോടൊപ്പം തന്നെ പ്രശാന്ത് കിഷോറിൻ്റെ ജൻ സുരേഷ് പാർട്ടി 5 സീറ്റുകൾ വരെ നേടുമെന്നും മറ്റുള്ളവർ 2 മുതൽ 8 സീറ്റുകൾ വരെ നേടുമെന്നുമുള്ള ഒരു സർവേയാണ്, പീപ്പിൾസ് പൾസ് സർവേയാണ് ആദ്യഘട്ടത്തിൽ പുറത്തു വരുന്നത്. അതോടൊപ്പം തന്നെ ഓരോ സർവേകൾ ഇപ്പോൾ പുറത്തു വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ ആദ്യഘട്ടത്തിൽ വരുന്ന സർവേകളിലെല്ലാം തന്നെ ഈ ഒരു BJP അല്ലെങ്കിൽ NDAക്ക് മുൻതൂക്കം നൽകുന്ന സർവേ ഫലമാണ് ആദ്യഘട്ടത്തിൽ പുറത്തു വരുന്നത്. പീപ്പിൾ ഇൻസൈറ്റ് സർവേ ചൂണ്ടിക്കാട്ടുന്നത് ബീഹാറിൽ നിതീഷ് കുമാർ തീർച്ചയായും ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ എക്സിറ്റ് പോളുകളാണ്. നാം കാത്തിരിക്കുന്ന എക്സിറ്റ് പോൾ സർവേ ഫലങ്ങൾ അത് ഇപ്പോൾ വന്നു തുടങ്ങുകയാണ് വിഷ്ണു. ഏറ്റവും ആകാംക്ഷയോടുകൂടി, കാരണം തിരഞ്ഞെടുപ്പിൻ്റെ ഫലമറിയാൻ 14 വരെ കാത്തിരിക്കണമല്ലോ. എന്താണ് വിവിധ മാധ്യമങ്ങൾ നടത്തിയ സർവേകളിൽ ബോധ്യമാകുന്നത്? ഏറ്റവും പുതിയ കണക്കുകളിലേക്കൊന്ന് പോയാൽ എക്സിറ്റ് പോൾ. അജിംഷാദ്, അത്തരത്തിൽ തന്നെയാണ് തുടക്കത്തിൽ വരുന്ന എക്സിറ്റ് പോളുകളിൽ ഇത്തരത്തിൽ BJP JDU സഖ്യം NDA അധികാരത്തിൽ വരുമെന്നുള്ള എക്സിറ്റ് പോളുകളാണ് ആദ്യഘട്ടത്തിൽ പുറത്തു വരുന്നത്. പീപ്പിൾസ് പൾസ് സർവേ NDAക്ക് 133 മുതൽ 159 സീറ്റുകൾ വരെയാണ് പ്രവചിക്കുന്നത്. മഹാഗഠബന്ധന് 75 മുതൽ 101 സീറ്റ് വരെയും പ്രവചിക്കുന്നുണ്ട്. ജൻ സുരേഷ് പാർട്ടി, പ്രശാന്ത് കിഷോറിൻ്റെ ജൻ സുരേഷ് പാർട്ടിക്ക് 5 സീറ്റുകൾ വരെ പ്രവചിക്കുന്നു. അത്തരത്തിൽ കഴിഞ്ഞ 2020-നേക്കാൾ കൂടുതൽ സീറ്റ് ഇത്തവണ NDA സഖ്യത്തിന് ലഭിക്കുമെന്ന സർവേ ഫലമാണ് തുടക്കത്തിൽ പുറത്തു വരുന്നത്. അതോടൊപ്പം തന്നെ മെട്രിക്സ് സർവേയും NDA സഖ്യത്തിന് തന്നെയാണ് ഒരു മുൻതൂക്കം പ്രവചിക്കുന്നത്. NDAക്ക് 147 മുതൽ 167 സീറ്റുകൾ വരെ ലഭിക്കുമെന്നാണ് മെട്രിക്സ് സർവേ ചൂണ്ടിക്കാട്ടുന്നത്. മഹാഗഠബന്ധന് 70 മുതൽ 90 സീറ്റുകൾ വരെയും ജൻ സുരേഷ് പാർട്ടിക്ക് 2 സീറ്റുകൾ വരെയുമാണ് മെട്രിക്സ് സർവേ ചൂണ്ടിക്കാട്ടുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു സർവേ എക്സിറ്റ് പോൾ ഫലം പുറത്തു വരുന്നത് പീപ്പിൾസ് ഇൻസൈറ്റ് എക്സിറ്റ് പോൾ ഫലമാണ്. പീപ്പിൾസ് ഇൻസൈറ്റ് എക്സിറ്റ് പോൾ ഫലവും NDAക്ക് തന്നെയാണ് ഇത്തവണ ബീഹാറിൽ ഒരു മുൻതൂക്കം പ്രവചിക്കുന്നത്. NDA 133 മുതൽ 148 സീറ്റുകൾ വരെ നേടുമെന്നുള്ള പ്രവചനമാണ് ഇത്തരത്തിൽ പീപ്പിൾസ് ഇൻസൈറ്റ് സർവേ ചൂണ്ടിക്കാട്ടുന്നത്. മഹാഗഠബന്ധൻ 87 മുതൽ 102 സീറ്റുകൾ വരെ മഹാഗഠബന്ധന് ഇപ്പോൾ പ്രവചിക്കുന്നുണ്ട്. ഏതായാലും നമ്മളിപ്പോൾ നോക്കിയ 3 സർവേകളിൽ ഈ പീപ്പിൾസ് ഇൻസൈറ്റ് സർവേയാണ് മഹാഗഠബന്ധന് ഒരു 100-ലധികം സീറ്റ് പ്രവചിക്കുന്ന ഒരു സർവേ. അതോടൊപ്പം തന്നെ ഈ സർവേകളെല്ലാം തന്നെ NDAക്ക് വലിയ മുൻതൂക്കം തന്നെയാണ് നൽകുന്നത്. ദൈനിക് ഭാസ്കറിൻ്റെ സർവേ കൂടി പുറത്തു വരുന്നു. ദൈനിക് ഭാസ്കർ എക്സിറ്റ് പോൾ ഫലം ചൂണ്ടിക്കാട്ടുന്നതും NDA തന്നെ മുന്നിൽ വരുമെന്നാണ്. NDA തന്നെ ഇത്തവണ ബീഹാറിൽ അധികാരത്തിൽ വരുമെന്നാണ്. NDA 145 മുതൽ 160 സീറ്റുകൾ വരെ നേടി അധികാരത്തിലെത്തുമെന്നാണ് ദൈനിക് ഭാസ്കർ എക്സിറ്റ് പോൾ ഫലം ചൂണ്ടിക്കാട്ടുന്നത്. മഹാഗഠബന്ധൻ 73 മുതൽ 91 സീറ്റ് വരെയും ജൻ സുരേഷ് പാർട്ടിക്ക് 1 സീറ്റ് പോലും ദൈനിക് ഭാസ്കർ എക്സിറ്റ് പോൾ സർവേ ഫലം പ്രഖ്യാപിക്കുന്നില്ല. അതോടൊപ്പം തന്നെ മറ്റുള്ളവർക്ക് 5 മുതൽ 10 സീറ്റ് വരെ ലഭിക്കുമെന്നും ദൈനിക് ഭാസ്കർ സർവേ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്തായാലും തുടക്കത്തിൽ ബീഹാറിൻ്റെ രണ്ടാം ഘട്ട വോട്ടെടുപ്പിന് ശേഷമുള്ള ആദ്യത്തെ എക്സിറ്റ് പോൾ ഫലങ്ങളിലെല്ലാം തന്നെ NDA നിതീഷ് കുമാർ വീണ്ടും അധികാരത്തിൽ വരുമെന്ന് തന്നെയാണ് അജിംഷാദ് ചൂണ്ടിക്കാട്ടുന്നത്. തീർച്ചയായും ഈ എക്സിറ്റ് പോളുകളെ പൂർണ്ണമായിട്ട് നമുക്ക് വിശ്വസിക്കാനാകില്ല എന്ന് നിരവധി ഘട്ടങ്ങളിൽ രാജ്യത്തും സംസ്ഥാന തലങ്ങളിലും ഒക്കെയുള്ള തെരഞ്ഞെടുപ്പിൽ ബോധ്യമായിട്ടുള്ളതാണ്.
ഇപ്പോൾ ഈ പ്രശാന്ത് കിഷോറിൻ്റെ പാർട്ടി ഉന്നത ജാതിയിൽപ്പെട്ട ആൾക്കാരുടെ വോട്ടുകൾ പിടിച്ചു മാറ്റുന്നത് NDAയ്ക്കും BJPക്കും വലിയ ആഘാതം തീർക്കും എന്ന തരത്തിൽ ഉള്ള റിപ്പോർട്ടുകൾ സജീവമായിരുന്നു. പ്രത്യേകിച്ച് ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം അത് നടപ്പാക്കിയ പരീക്ഷണം അതൊരു പക്ഷേ NDA സഹായിക്കാൻ സാധ്യതയുണ്ട് എന്ന വിലയിരുത്തലുണ്ടായിരുന്നു. ഈ ഇപ്പോഴുള്ള ഈ എക്സിറ്റ് പോളുകളെ ആകെ പരിശോധിക്കുമ്പോൾ ഒരുപക്ഷെ ഇത്തരം സൂചകങ്ങളൊക്കെ പ്രതിഫലിച്ചിട്ടുണ്ടോ എന്നുള്ളത് സംശയമുണ്ടല്ലേ വിഷ്ണു തലവൂർ? അജിംഷാദ്, തീർച്ചയായിട്ടും. കാരണം നിലവിലുള്ള ഒരു സർവേ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വരുമ്പോൾ പ്രശാന്ത് കിഷോറിന്റെ ജൻ സൂരജ് പാർട്ടിക്ക് വലിയ നേട്ടമുണ്ടാക്കാൻ ബീഹാർ തെരഞ്ഞെടുപ്പിൽ അത്തരത്തിൽ ചലനമുണ്ടാക്കാൻ കഴിയുന്നില്ല എന്ന് തന്നെയാണ് കാണാൻ കഴിയുന്നത്. കാരണം 2 മുതൽ 5 സീറ്റുകൾ വരെ മാത്രമാണ് ഇതുവരെ പുറത്തു വന്ന സർവേകളിൽ പ്രശാന്ത് കിഷോറിന്റെ ജൻ സൂരജ് പാർട്ടിക്ക് പ്രവചിക്കുന്നത്. അതേസമയം വലിയ ഒരു നേട്ടം NDA സഖ്യം ഇത്തവണ ബീഹാറിൽ ഉണ്ടാക്കുമെന്നതാണ് പുറത്തു വരുന്ന ഈ ഫലം എക്സിറ്റ് പോളുകളെല്ലാം തന്നെ ഇപ്പോൾ പ്രവചിക്കുന്നത്. കാരണം കഴിഞ്ഞ 2020 തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടമുണ്ടാക്കാനൊന്നും ഇത്തരത്തിൽ NDA സഖ്യത്തിന് കഴിഞ്ഞിരുന്നില്ല. ഒരു കേവല ഭൂരിപക്ഷത്തിന് അപ്പുറത്തേക്കെത്താൻ മാത്രമായിരുന്നു കഴിഞ്ഞിരുന്നത്. ആ ഒരു സ്ഥിതി മാറി 2025 വരുമ്പോൾ വലിയ തോതിലുള്ള നേട്ടം NDA സഖ്യം ഉണ്ടാക്കുമെന്ന് തന്നെയാണ്. അതിൽ 167 സീറ്റുകൾ വരെ ഈ ഒരു NDA സഖ്യത്തിന്, നിതീഷ് കുമാർ സഖ്യത്തിന് ഇപ്പോൾ പല എക്സിറ്റ് പോളുകളും പ്രവചിക്കുന്നുണ്ട്. പീപ്പിൾസ് പ്ലസ് സർവേ എക്സിറ്റ് പോൾ പ്രവചിക്കുന്നത് NDA സഖ്യം 133 മുതൽ 159 സീറ്റുകൾ വരെ നേടുമെന്നാണ്. മഹാസഖ്യം 75 മുതൽ 101 സീറ്റ് വരെ നേടുമെന്നുള്ള പ്രവചനമാണ് ഇത്തരത്തിൽ പീപ്പിൾസ് പ്ലസ് സർവേ ചൂണ്ടിക്കാട്ടുന്നത്. അതോടൊപ്പം തന്നെ മെട്രിക്സ് സർവേ എക്സിറ്റ് പോൾ ഫലം ചൂണ്ടിക്കാട്ടുന്നത് 147 മുതൽ 167 സീറ്റ് വരെ NDAയ്ക്ക് ലഭിക്കും. 70 മുതൽ 90 സീറ്റ് വരെ മാത്രമാണ് മഹാഗഠബന്ധന് ഇപ്പോൾ പ്രവചിക്കുന്നത്. അതോടൊപ്പം തന്നെ ജൻ സൂരജ് പാർട്ടിക്ക് 2 സീറ്റുകൾ മാത്രമാണ് മെട്രിക് സർവേ ഇത്തരത്തിൽ പ്രവചിക്കുന്നത്. എന്തായാലും തുടക്കത്തിൽ തന്നെ വരുന്ന സർവേകളെല്ലാം ഇത്തരത്തിൽ NDA സഖ്യത്തിന് വലിയ അനുകൂലമായിട്ടുള്ള ഒരു എക്സിറ്റ് പോൾ സർവേ ഫലമാണ് എന്തായാലും തുടക്കഘട്ടത്തിൽ പുറത്തു വരുന്നത്. ഏതായാലും ഇത്തവണ ബീഹാറിൽ 2ാം ഘട്ട തെരഞ്ഞെടുപ്പിൽ 2020 അപേക്ഷിച്ച് നോക്കുമ്പോൾ 15% വോട്ട് ഇൻക്രീസ് ചെയ്തിരുന്നു, പോളിംഗ് ഇൻക്രീസ് ചെയ്തിരുന്നു. കാരണം ഇത്തവണ 67% ഒരു റെക്കോർഡ് പോളിംഗ് ആണ് ബീഹാറിൽ രേഖപ്പെടുത്തിയത്. അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ദൈനിക് ഭാസ്കറിന്റെ സർവേ ഫലം, എക്സിറ്റ് പോൾ ഫലം എന്ന് പറയുന്നത് NDA സഖ്യം 145 മുതൽ 160 സീറ്റുകൾ വരെ നേടി അധികാരത്തിൽ വരുമെന്ന് തന്നെയാണ്. മഹാഗഠബന്ധൻ 73 മുതൽ 91 സീറ്റുകൾ വരെ മാത്രമായി ചുരുങ്ങും എന്നതാണ് ഇത്തരത്തിൽ ചൂണ്ടിക്കാട്ടുന്നത്. കാരണം ഇപ്പോൾ ഈ NDA ഇപ്പോൾ കേവല ഭൂരിപക്ഷം 243 കേവല ഭൂരിപക്ഷം കടന്ന മാജിക്കൽ നമ്പർ തൊട്ട് കടക്കാൻ NDAയ്ക്കാകും എന്നുള്ള ഒരു പ്രവചനങ്ങളാണ് ഭൂരിപക്ഷം ഇപ്പോൾ പുറത്തു വന്ന എക്സിറ്റ് പോളുകളിലും കാണുന്നത്. പക്ഷേ ഈ നിതീഷ് കുമാറിൻ്റെ ഒതുക്കാനുള്ള നീക്കങ്ങൾ BJP തലത്തിൽ തന്നെ മഹാരാഷ്ട്രയുടെ ഫോളോ അപ്പായി BJP ബീഹാറിലും നടത്തുന്നുണ്ട് എന്നതിൻ്റെ തിരിച്ചടികൾ പ്രവചിക്കപ്പെട്ടിരുന്നു. പിന്നീട് കോൺഗ്രസും RJDയും ഒക്കെ ഐക്യത്തിൽ തുടരുമ്പോൾ തന്നെ പലയിടങ്ങളിലും കോൺഗ്രസ് നടത്തിയ മുന്നണി വിരുദ്ധമായ നീക്കങ്ങൾ തിരിച്ചടിയാകും എന്നും മറ്റൊരു റിപ്പോർട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ പ്രതിഫലിക്കുന്നു എക്സിറ്റ് പോളിൽ എന്ന് കാണാനാകുന്നില്ലല്ലോ വിഷ്ണു? അജിംഷാദ്, അത്തരത്തിൽ തന്നെയാണ്. കാരണം ഇത്തവണ ബീഹാറിൽ വലിയ ഒരു ഭരണവിരുദ്ധ വികാരമൊക്കെ തന്നെ നിലനിന്ന സംസ്ഥാനമാണ്. പക്ഷേ അത്തരത്തിൽ ഇതിന് മുന്നേ ഉണ്ടായിരുന്ന തെരഞ്ഞെടുപ്പിന് മുന്നേ ഉണ്ടായിരുന്ന പ്രവചനങ്ങളൊക്കെ തന്നെ അതിന് വിരുദ്ധമായിട്ടുള്ള ഒരു എക്സിറ്റ് പോൾ ഫലം തന്നെയാണ് ഇപ്പോൾ നമുക്ക് മുന്നിലേക്ക് വരുന്നത്. അതിൽ ഏറെക്കുറെ എല്ലാ എക്സിറ്റ് പോളുകളിലും ഇത്തരത്തിൽ NDA സഖ്യം വലിയ നേട്ടമുണ്ടാക്കും എന്ന് തന്നെയാണ് ചൂണ്ടിക്കാട്ടുന്നത്. ഇത്തരത്തിൽ ABP മെട്രിക് സർവേ BJP JDU സഖ്യത്തിന് 167 സീറ്റ് വരെയാണ് പ്രവചിക്കുന്നത്. മഹാസഖ്യത്തിന് 90 സീറ്റ് വരെ മാത്രമാണ് പ്രവചിക്കുന്നത്. പീപ്പിൾസ് പ്ലസ് 159 സീറ്റ് BJP JDU സഖ്യത്തിന് നൽകുമ്പോൾ മഹാസഖ്യത്തിന് 101 സീറ്റ് വരെ നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ
സി വോട്ടർ സർവേയുടെ ഫലം കൂടി എക്സിറ്റ് പോൾ പുറത്തു വന്നിട്ടുണ്ട്. സി വോട്ടർ ചൂണ്ടിക്കാട്ടുന്നത് 145 സീറ്റുകൾ നേടി ഇത്തവണ NDA സഖ്യം അധികാരത്തിൽ വരും എന്നതാണ്. അതോടൊപ്പം തന്നെ മഹാസഖ്യത്തിന് 90 സീറ്റുകൾ വരെ മാത്രമാണ് സി വോട്ടർ സർവേ പ്രവചിക്കുന്നത്. അതോടൊപ്പം തന്നെ ന്യൂസ് 18 മെഗാ എക്സിറ്റ് പോൾ ചൂണ്ടിക്കാട്ടുന്നത് 167 സീറ്റ് വരെ NDA സഖ്യത്തിന് BJP JDU സഖ്യത്തിന് ഇത്തവണ ബീഹാറിൽ ലഭിക്കും. അതോടൊപ്പം തന്നെ മഹാസഖ്യത്തിന് 70 മുതൽ 101 സീറ്റ് വരെ മാത്രമായിരിക്കും ലഭിക്കുക എന്നതാണ് ഇത്തരത്തിൽ ന്യൂസ് 18 എക്സിറ്റ് പോൾ ഫലം ചൂണ്ടിക്കാട്ടുന്നത്. എന്തായാലും BJPയെ സംബന്ധിച്ച് അല്ലെങ്കിൽ നിതീഷ് കുമാറിനെ സംബന്ധിച്ച് വലിയ ഇത്തവണ ബീഹാർ തെരഞ്ഞെടുപ്പിൽ വലിയൊരു ആശ്വാസത്തിലേക്ക് എത്തുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അത്തരത്തിലുള്ള എക്സിറ്റ് പോൾ ഫലങ്ങൾ തന്നെയാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. അജിംഷാദ്, തീർച്ചയായും ഈ ഒരു സർവേയിലും ഇപ്പോൾ പുറത്തു വന്ന മാട്രിക്സ്, പിന്നീട് അതുപോലെ തന്നെ വിവിധ ഏജൻസികൾ നോക്കൂ, MG ഇത്തരത്തിലുള്ള ഒരു വിധത്തിലുമുള്ള ഏജൻസികളുടെ പഠനങ്ങളും ഈ മഹാഗഡ്ബന്ധൻ്റെ ഭൂരിപക്ഷം പ്രവചിക്കുന്നില്ല, അല്ലേ? അജിംഷാദ്, അത്തരത്തിൽ തന്നെയാണ് ഇതുവരെ പുറത്തു വന്ന ഒരു എക്സിറ്റ് പോളിൽ പോലും മഹാസഖ്യത്തിന് ഒരു നേട്ടമുണ്ടാകും എന്ന ഒരു സർവേ ഫലത്തിൽ പോലും ചൂണ്ടിക്കാട്ടുന്നില്ല. എല്ലാ സർവേ ഫലങ്ങളും എക്സിറ്റ് പോളുകളും BJP JDU സഖ്യത്തിന് അനുകൂലം. ഇത്തവണ ബീഹാറിൽ BJP JDU സഖ്യം നിതീഷ് കുമാർ തന്നെ അധികാരത്തിൽ തിരിച്ചെത്തുമെന്നുള്ള സൂചന തന്നെയാണ് ഇതുവരെ പുറത്തു വന്ന എല്ലാ എക്സിറ്റ് പോളുകളിലും പറയുന്നത്. അതും കഴിഞ്ഞ 2020 നേടിയതിനേക്കാൾ വലിയ തലത്തിലുള്ള വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരുമെന്ന ഒരു സൂചന തന്നെയാണ് എക്സിറ്റ് പോളുകൾ തരുന്നത്. അതിൽ 167 സീറ്റുകൾ വരെ പ്രവചിക്കുന്ന സർവേ ഫലങ്ങളുണ്ട്. മെട്രിക്സ് ആണ് ഇത്തരത്തിൽ 167 സീറ്റുകൾ BJP JDU സഖ്യത്തിന് പ്രവചിക്കുന്നത്. ബീഹാറിൽ ഒരു കേവല ഭൂരിപക്ഷത്തിന് 122 സീറ്റുകളാണ് വേണ്ടത്. 243 മണ്ഡലങ്ങളാണ് ആകെയുള്ളത്. അതിൽ 122 സീറ്റുകളാണ് ഒരു കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത്. അപ്പോൾ കഴിഞ്ഞ 2020 ഈ കേവല ഭൂരിപക്ഷം കടക്കാൻ മാത്രമാണ് NDA സഖ്യത്തിന് കഴിഞ്ഞത്. അത് 2025 വരുമ്പോൾ വലിയ തലത്തിൽ മാറ്റമുണ്ടാകുന്നു എന്നതാണ് എക്സിറ്റ് പോൾ സർവേയൊക്കെ തന്നെ ചൂണ്ടിക്കാട്ടുന്നത്. അതോടൊപ്പം തന്നെയാണ് ഈ SIR ഉൾപ്പെടെയുള്ള വലിയ വിഷയങ്ങളും ഈ തെരഞ്ഞെടുപ്പിനെ വലിയ തോതിൽ ബാധിച്ചിട്ടുണ്ട് എന്നതടക്കമുള്ള നിരീക്ഷണം കൂടിയാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. അജിംഷാദ്, തീർച്ചയായും ഇപ്പോൾ ഉള്ള സർവേകളിൽ ഭൂരിപക്ഷവും NDAക്ക് പ്രവചിക്കുന്നത് മാത്രമല്ല, നേരത്തെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായി വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാകുന്നു എന്നാണ്. അതായത് ഭരണവിരുദ്ധ വികാരം ബീഹാറിനെ സംബന്ധിച്ച് സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് എക്സിറ്റ് പോളുകളിൽ പ്രതിഫലിക്കുന്നത്. പക്ഷേ നമുക്ക് കാണാനാകുന്നത് ഈ പോളിംഗ് ശതമാനത്തിലെ വലിയ അർത്ഥത്തിലുള്ള കൂടുതലാണ്. അത് ഒന്നാം ഘട്ടത്തിലും അതെ, ഇപ്പോൾ അവസാനിച്ച രണ്ടാം ഘട്ടത്തിലും. ഇനി രണ്ടാം ഘട്ടത്തിൻ്റെ പൂർണ്ണമായ കണക്കുകളൊക്കെ എത്തുമ്പോൾ ഇതിലും കൂടാനായിരിക്കും സാധ്യത. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പോളിംഗ് ശതമാനങ്ങൾ ഏത് തരത്തിലാണ് തെരഞ്ഞെടുപ്പിനെ ബാധിക്കുക, സ്വാധീനിക്കുക എന്നൊക്കെ രാഷ്ട്രീയ നിരീക്ഷകർ പറഞ്ഞിരുന്നു. പക്ഷേ അതൊന്നും ഈ പോളിംഗുകളിൽ എക്സിറ്റ് പോളുകളിൽ കാണുന്നില്ല. അജിംഷാദ്, തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. കാരണം തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലൊക്കെ തന്നെ വലിയ ഭരണവിരുദ്ധ വികാരമടക്കം ബീഹാറിൽ പ്രതിഫലിച്ചിരുന്നു. പക്ഷേ അതൊന്നും തന്നെ ഒരു തെരഞ്ഞെടുപ്പ് എക്സിറ്റ് പോളിലേക്ക് വരുമ്പോൾ അത്തരത്തിൽ ഒന്നും കാണാൻ കഴിയുന്നില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം 2020 വലിയ ഭൂരിപക്ഷത്തിൽ BJP JDU സഖ്യം വീണ്ടും ബീഹാറിൽ അധികാരത്തിൽ വരുമെന്ന സൂചനകൾ തന്നെയാണ് ഇപ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ BJP JDU സഖ്യം വലിയ മുന്നേറ്റം ഉണ്ടാക്കുമ്പോൾ അവിടെ മഹാസഖ്യത്തിന് വലിയ തിരിച്ചടി ഉണ്ടാകുന്നു. കഴിഞ്ഞ തവണ ലഭിച്ചതിൽ നിന്നും വലിയ തലത്തിൽ സീറ്റുകൾ കുറവുണ്ടാകുന്നു എന്ന സൂചനകൾ, അല്ലെങ്കിൽ അത്തരം ഒരു ഫല സൂചന തന്നെയാണ് ഇപ്പോൾ എക്സിറ്റ് പോളുകളൊക്കെ തന്നെ മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും ഇതൊക്കെ തന്നെ തുടക്കം മുതൽ ബീഹാർ തെരഞ്ഞെടുപ്പിൽ വലിയ തലത്തിലുള്ള ആരോപണങ്ങൾ നിലനിന്നിരുന്നു. പ്രത്യേകിച്ച് വോട്ട് കൊള്ളയുടെ കാര്യത്തിലടക്കം വലിയ ആരോപണങ്ങൾ നിലനിന്ന ഒരു സാഹചര്യമുണ്ട്. ബീഹാറിൽ SIR നടപ്പാക്കിയ 65 ലക്ഷം ആളുകളെയാണ് വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കിയ ഒരു സാഹചര്യമുള്ളത്. അതിൽ തന്നെ നിരവധി പേർക്ക് വോട്ട് ചെയ്യാൻ പോലും കഴിഞ്ഞില്ല എന്ന നിരവധി പരാതികൾ കൂടി ഈ തെരഞ്ഞെടുപ്പിൽ ഉയർന്നു വന്നിരുന്നു. ആദ്യഘട്ടത്തിൻ്റെ വോട്ടെടുപ്പ് കഴിഞ്ഞ ആ സാഹചര്യത്തിൽ സമസ്തിപൂരിൽ നിന്നും വലിയ തോതിൽ വി വി പാറ്റുകൾ
റോഡിൽ നിന്നും ഈ VVPAT സ്ലിപ്പുകൾ റോഡിൽ നിന്നും ലഭിച്ച് അതും വലിയ ആരോപണങ്ങൾ അല്ലെങ്കിൽ വിമർശനങ്ങളിലേക്കൊക്കെ തന്നെ വഴിവെച്ചിരുന്നു. പക്ഷേ അന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചൂണ്ടിക്കാട്ടിയത് ഇത്തരത്തിൽ VVPAT സ്ലിപ്പുകൾ മോക്ക് പോളിന് ഉപയോഗിച്ചതാണ് എന്നൊരു ന്യായീകരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിരുന്നു. പക്ഷേ അതിലൊക്കെ തന്നെ വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ കാരണം ഈ ഇപ്പോൾ ഉദാഹരണത്തിന് ഹരിയാനയിൽ ഒക്കെ തന്നെ ഈ രാഹുൽ ഗാന്ധി നടത്തിയ വാർത്താ സമ്മേളനത്തിലൊക്കെ നമ്മൾ കണ്ടത് ഹരിയാനയിലൊക്കെ എക്സിറ്റ് പോളുകൾ ഒക്കെ കോൺഗ്രസിനെ അനുകൂലിച്ചതാണ്. പക്ഷേ ഫലം വന്നപ്പോൾ മറ്റൊന്നായിരുന്നു. അതുപോലെ എക്സിറ്റ് പോളുകൾ നിരവധി രാജ്യതലത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലടക്കം നിരവധി പരാജയപ്പെട്ട കാഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതിൽ ഈ സി വോട്ടർ പി മാർക്ക് അവരുടെ സർവേകൾ എത്തിയിട്ടില്ല അല്ലേ വിഷ്ണു തലവൂർ? അജിംഷാദ്, സി വോട്ടർ സർവേ ഇതിനോടൊക്കെ തന്നെ പുറത്തു വന്നിട്ടുണ്ട്. സി വോട്ടർ സർവേയും ഇത്തരത്തിൽ ബീഹാറിൽ NDAക്ക് തന്നെയാണ് ഒരു മുൻതൂക്കം പ്രവചിക്കുന്നത്.